ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെയല്ല, പ്രത്യേകിച്ച് നമ്മൾ ഒരു ചേരുവ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഉപ്പുമാവ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റവ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ പ്രത്യേകിച്ച് അളന്നിട്ടൊന്നല്ല എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അളന്നിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഉപ്പുമാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അളന്നിട്ടൊന്നും ആരും ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഈ റവ ഒന്ന് കളർ മാറാണ്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കരുത് കേട്ടോ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് വായി കിട്ടൂല, പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ ഇത്രയും മതി, വറവായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ അതേ പാനിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നെയ്യിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയിലോ ചെയ്യാം. ഇനി നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉഴുന്നും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ ഒന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ആ ഒരു കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ നല്ലോണം ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയിൽ മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വലിയ ഉള്ളി മാത്രമായിട്ട് എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളിൻ്റെ പകുതി ഒരു കഷ്ണം എടുത്തിട്ട് അതിലേക്കൊരു 3 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റ്, അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഞാനത് ചേർക്കുന്ന സമയത്ത് വീഡിയോ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റവയുടെ ഇരട്ടിയാണ് ഈ തേങ്ങാപ്പാൽ എടുക്കേണ്ടത് കേട്ടോ. 1/2 കപ്പ് റവയാണെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പാൽ, അങ്ങനെ അളവിലെടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു വറുത്ത് വെച്ച റവ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് ആ പാത്രത്തിൻ്റെ ഒരു ഇരട്ടിയായിട്ട് തേങ്ങാപ്പാൽ എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കുകയാണ്. റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നിങ്ങൾ ഉപ്പൊക്കെ ആദ്യം നോക്കുക കേട്ടോ. തിളച്ച് വരുന്ന സമയത്തിന് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഇല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. റവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം തുറന്നിട്ട് നമുക്കിത് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ടൊന്ന് സെർവ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് ബദാമോ വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കപ്പലണ്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വറുത്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്, അതുപോലെ നല്ലതുമാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ വേവുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സാധാരണ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. നമുക്ക് ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചക്കോ വൈകുന്നേരത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ 1 ഗ്ലാസ് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് പുട്ടിൻ്റെ മാവ് നനച്ചെടുക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് ഉതിർത്തിയെടുക്കുക. മാവിൻ്റെ എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ നനയണം കേട്ടോ. എന്നാലേ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഉതിർത്തിയെടുക്കാം. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസ് മാവ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലും ചെയ്യാം. അതിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസിൻ്റെ അളവും കൂട്ടി കൊടുക്കാം. അപ്പോൾ ഈ നനച്ചെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കട്ടകളായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് ഈ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയൊന്ന് മാവൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും കേട്ടോ. അങ്ങനെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് പൊട്ടുകടലയും കൂടി ചേർത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നിങ്ങൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഇനി കറിവേപ്പില, ഉണക്കമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അതൊന്നും ചേർക്കണില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ബീൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചെറുപയർ വേവിച്ചത് അല്ലെങ്കിൽ കടല വേവിച്ചത്, ഗ്രീൻ പീസ് ഇതൊക്കെ പുഴുങ്ങിയിട്ട് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ട് കൂടുതൽ ടേസ്റ്റി ആക്കി എടുക്കാനും ഹെൽത്തി ആക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടെ ഇഞ്ചി ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറിയ കഷ്ണം ഒന്ന് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി ഒഴിവാക്കിയിട്ടുണ്ട്, പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും. അപ്പോൾ ആ ഒരു മെൽറ്റായിട്ടാവും ഉണ്ടാവുക. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉതിർത്തി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, ഗോതമ്പ് മാവ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാവിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടാണ് നനച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഉണക്കമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലും സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങോട്ട് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ആ ഒരു ആവിയിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളമൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ അടച്ച് വെക്കുമ്പോൾ തന്നെ ആ ഒരു ആവി തന്നെ നല്ല പോലെ തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് തുറന്നിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും. ഞാൻ തുറന്നതിന് ശേഷം കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ കറിവേപ്പില തന്നെ ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. റവയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ചായയുടെ കൂടെ സൂപ്പറാണ്. രാവിലെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോളത്തിൻ്റെ റവയാണ്. കമ്പറവ എന്ന് പറയും, നമ്മുടെ കോണിൻ്റെ റവയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പാക്കറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് വറുത്തെടുക്കണം. സാധാരണ റവ വറുത്തെടുക്കുന്ന പോലെ നമ്മളിതൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. 3 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങക്ക് അളവൊന്നുമില്ല കേട്ടോ, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക നിങ്ങൾ. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഇതൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 ഗ്ലാസ് റവക്ക് 3 ഗ്ലാസ് വെള്ളം തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. 1 ഗ്ലാസ് കമ്പറവക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് കട്ടിയായിട്ട് പോവും. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കടുക്
ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണേൽ ചേർക്കുക. ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് സമയത്ത് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 6 അല്ലി ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും റവക്ക്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഞാനിവിടെ വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇനി ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ വെജിറ്റബിൾസും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ ഒന്നും ചേർക്കാതെ സാധാരണ ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചേർക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇത് നല്ല പോലെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പഴയ ആ ഒരു ഉപ്പുമാവിൻ്റെ ടേസ്റ്റാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പറവയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ഉപ്പുമാവാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റവ ആദ്യം ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടയില്ലാണ്ട് നല്ല ഉലർന്നിട്ടുള്ള ഉപ്പുമാവാണ് കിട്ടുക. അപ്പോൾ കട്ടയായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേവിച്ചിട്ട് നല്ല കുറച്ച് വെള്ളത്തിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടയായിട്ട് തന്നെ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കുക. ചെറിയ തീയിൽ നമ്മളൊരു 4 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തീയൊന്ന് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആവിയൊക്കെ കയറിയിട്ട് തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു നനവ് മതി നമുക്ക് ഈ ഒരു റവ വെന്ത് കിട്ടാനായിട്ട്. വളരെ ഈസി ആയിട്ട് അതുപോലെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വെള്ളം കൂടെ ഞാനൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ടീസ്പൂണിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നമ്മൾ ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ശരിക്കും ആ പഴയ ആ ഒരു ചോളം ഉപ്പുമാവിൻ്റെ അതേ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാനിതൊരു 2-3 മിനിറ്റും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റവയാണിത്. നമ്മൾ സാധാരണ റവ ഉണ്ടാക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.